ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു സൂപ്പർ സ്മെൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അയൺ ഫാം ആണ്. ഈ സൂപ്പർ സ്മെൽറ്ററിൽ 10 സെക്കൻഡ് കൊണ്ട് 10 ഐറ്റം സ്മെൽറ്റ് ചെയ്യുന്ന രീതിയിലായി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ അയൺ ഫാം ഉണ്ടാക്കുന്നതിലേക്ക് എടുക്കാം. ഹേ ഗൈസ്, വാട്സ്ആപ്പ്, ഇറ്റ്സ് മീ നിഷാൻ ആൻഡ് യു ആർ വാച്ചിങ് നിഷാൻ പ്ലേസ്. അപ്പോൾ ഗൈസ്, വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ അയൺ ഫാം ഉണ്ടാക്കാനുള്ള റിസോഴ്സ് കളക്ട് ചെയ്യണ ഒരു ടൈം ലാപ്സ് കണ്ടിട്ട് വരും. അപ്പോഴത്തേ ഗൈസ്, നമ്മൾ ബിൽഡിന് ആവശ്യമായ റിസോഴ്സ് ഫുള്ള് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബെഡൊക്കെ നമ്മൾ കളക്ട് ചെയ്തിരുന്നത് വില്ലേജിൽ നിന്നാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ടൈം ലാപ്സ് കാണാം. അയൺ ഫാം ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഈ വീഡിയോ മിക്കവാറും ഫുള്ള് ടൈം ലാപ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ടൈം ലാപ്സ് കണ്ടിട്ട് പോയി. അപ്പോഴത്തെ ഗൈസ്, നമ്മൾ ടൈം ലാപ്സ് ഇടുന്നതിന് മുന്നേയായിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന സ്ഥലം കാണിച്ചില്ല. നമ്മൾ വീടിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇവിടെ ആയിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പം ഇനി ബിൽഡ് ചെയ്യുന്ന ടൈം ലാപ്സ്. അപ്പോഴത്തേ ഗൈസ്, നമ്മുടെ ഫാമിന്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബെഡും വർക്ക് സ്റ്റേഷനും വെച്ചിട്ടുണ്ട്. ഇനി ഒരു വലിയ പണിയുള്ളത് വില്ലേജസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ടൈം ലാപ്സ് കൂടി കാണിച്ചിട്ട് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. അപ്പൊ ഞാൻ വില്ലേജസിനെ കൊണ്ടിട്ടിട്ട് ബാക്കി പണി നമുക്ക് ഒപ്പം വീഡിയോയിൽ ചെയ്യാം. അപ്പോ ഇനി വില്ലേജസിനെ കൊണ്ടിട്ടതിന് ശേഷം കാണാം. അപ്പോഴത്തെ ഗൈസ്, അങ്ങനെ കുറെ സമയത്തിന് ശേഷം നമ്മളെ വില്ലേജസിനെ ഫുള്ളോട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിനെ നമുക്ക് മേൽഭാഗം ക്ലോസ് ചെയ്യാം. അപ്പോഴേ ഗൈസ്, നമ്മൾ ഹോൾ അടിച്ചിട്ട് ഫുള്ള് നൈറ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോ തന്നെ ഒരു ഗോൾ ഇവിടെ സ്മോൾ ആയിട്ടുണ്ട്. അപ്പൊ ഫാം വർക്കിംഗ് ആണെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗോളത്തിനെ ചില്ലി ചേമ്പറിലേക്ക് എത്തിക്കാനുള്ള പണി നോക്കാം. അപ്പൊ അതിനായിട്ട് ഇവിടെ ഈ ബ്ലോക്ക് വെച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ഇങ്ങനെ ബ്ലോക്ക് വെച്ചതിന് ശേഷം അതിന്റെ മുകളിൽ വെള്ളം ഒഴിക്കുമ്പോൾ
അത് ഒഴുകി അങ്ങ് അറ്റത്തോട്ട് എത്തും. അപ്പൊ നമ്മള് ഈ ബ്ലോക്ക് പൊട്ടിക്കണം. ഈ ബ്ലോക്ക് പൊട്ടിച്ചതിന് ശേഷം അപ്പത്തെ കഴിച്ച് ഈ ബ്ലോക്ക് പൊട്ടിച്ചതിന് ശേഷം ആ ബ്ലോക്കിലേക്ക് ഒരു ഹോപ്പർ വെക്കുക. അതിനുശേഷം ഇവിടെ ഒരു രണ്ട് ബ്ലോക്ക് ആയിട്ട് 3 ബ്ലോക്ക് ഉൾഭാഗത്തേക്ക് കുഴിച്ചു വെക്കുക. എന്നിട്ട് ഇവിടെ പൊട്ടിച്ചിട്ട് ഇവിടെ നമ്മുടെ ഒരു 2 ചെസ്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഹോപ്പർ തുറന്നിട്ട് ഓക്കെ, ഹോപ്പറും ജസ്റ്റ് കണക്റ്റഡ് ആണെന്ന് ഉറപ്പായി. ഇവിടെ 2 ഗോളം സ്പോൺ ആയിട്ടില്ലേ. അപ്പൊ ഇനി ഇവരെ രണ്ടുപേരെ നമുക്ക് തല്ലി കൊല്ലാം. അതിനുശേഷമുള്ളൂ ഇനി ബാക്കിയുള്ള പണി നടക്കുക. അപ്പൊ ഗൈസ് ഇപ്പൊ ഡിഫിക്കൽട്ട് പീസ്ഫുള്ള് കിടക്കുന്നതുകൊണ്ടാണ് ഈ അയൺ ഗോളൊന്നും നമ്മളൊന്നും ചെയ്യാത്തത്. അപ്പൊ ഇനി നമ്മൾ നേരെ മുകളിലേക്ക് ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കിയതിനു ശേഷം നമ്മള് പോയിട്ട് സൈൻ എടുത്തിട്ട് വരാം. സൈൻ മുകളിൽ വെച്ച് പോയി. ഇനി സൈൻ എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് കില്ലിംഗ് ചേമ്പർ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു സൈൻ ഇവിടെയും പിന്നെ ബാക്കിയുള്ള 2 സൈന് ഇവിടെയും ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ലാവ ബക്കറ്റ് വെച്ച് കൊടുക്കുക. അവിടെ ഗൈസ് ഫാമിന്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഗോളം സ്പോൺ ആകുമ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ഡെഡ് ആയിക്കോളും. അപ്പൊ ഇപ്പൊ തന്നെ ഗോളം സ്പോൺ ആയിട്ടുണ്ട്. ഓൾറെഡി ഇതിൽ 10 അയൺ ഇങ്ങോട്ട് വന്ന് കിടക്കുന്നുണ്ട്. അയൺ ഗോളം ചത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ഫാം 100% വർക്കിംഗ് ആണ്. ഇനി ഇതിന്റെ ചുറ്റും കുറച്ച് സ്പോൺ പ്രൂഫ് ചെയ്താൽ ഒന്നുകൂടി എഫിഷ്യൻസി കൂടും. അതുകൊണ്ട് ഞാനിത് ഫുള്ള് സ്പോൺ പ്രൂഫ് ചെയ്തതിന് ശേഷം കാണാം. അപ്പൊ ഗൈസ് ഇവിടെ ഫുള്ള് പാത്ത് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. പാത്ത് ബ്ലോക്കിന്റെ മുകളിൽ ഗോളം സ്പോൺ ആവില്ല. അപ്പൊ ഗൈസ് നമ്മുടെ ഫാം കംപ്ലീറ്റ്ലി വർക്കിംഗ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.